കനത്ത ചൂടും ചർമ്മമുഴ രോഗവും സംസ്ഥാനത്ത് കന്നുകാലി പരിപാലനത്തിന് പ്രതിസന്ധിയാകുന്നു. ഈ വർഷം ഇതുവരെ കനത്ത ചൂട് കാരണം 219 കന്നുകാലികളാണ് ചത്തത്. പശുക്കൾക്ക് ചർമ്മമുഴ ബാധിക്കുന്നത് പാലുൽപാദനത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കിയിട്ടുണ്ട്. കനത്ത ചൂട് കാരണം സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 170 പശുക്കളാണ് ചത്തത്. പശുക്കിടാങ്ങൾ, കാള, പോത്ത്, എരുമ എന്നിവയും ചത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് 41 എണ്ണം. ആലപ്പുഴയിൽ കിടാങ്ങൾ ഉൾപ്പെടെ ചത്തത് 32 എണ്ണം. കാസർഗോഡ് 18 എണ്ണവും പാലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ 15 പശുക്കളും ചത്തു. കോഴിക്കോട് 10 പശുക്കളാണ് ചത്തത്. ഈ ചൂട് തുടങ്ങിയ സമയത്ത് ഇപ്പോൾ 9 പൈക്കൾ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 2 എണ്ണത്തിനെ ഒഴിവാക്കുകയാണ് ചെയ്തത് അസുഖം കാരണം. പിന്നെ ഞങ്ങൾക്കത് സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടമാണ്. അവരെ കൊണ്ടുപോകുക, അവരെ ചികിത്സ, ഡോക്ടർമാർ വന്നാൽ ഒക്കെ നമ്മൾ കർഷകനെ സംബന്ധിച്ചിട്ട് അത് വളരെ നഷ്ടമാണ്. ചൂട് കാരണം പാല് കുറയുന്നുണ്ട്. പിന്നെ അവർ വായിന്ന് ഇങ്ങനെ പത പോലെ വരിക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. പ്രസവിച്ച് കുറച്ചായ ഒരു പശു ചൂട് കാരണം കുഴഞ്ഞു വീണു. പിന്നെ അതിനെ ഞങ്ങൾക്ക് കൊടുത്തൊഴിവാക്കേണ്ട ഒരവസ്ഥ വന്നു. ചർമ്മമുഴ രോഗമാണ് മറ്റൊരു ആശങ്ക. കഴിഞ്ഞ വർഷം 670 പശുക്കൾ ചർമ്മമുഴ രോഗം ബാധിച്ച് ചത്തെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക്. കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ പിടിപെടുന്ന ചർമ്മമുഴയ്ക്ക് വാക്സിനേഷൻ ലഭ്യമാണെന്നും ജാഗ്രത വേണമെന്നുമാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം. പശുക്കളെയും അതുപോലെ കന്നുകാലികളെയും ഒക്കെ നല്ല വെയിലുള്ള സമയത്ത് പുറത്തേക്ക് അഴിച്ചു വിടാതെ നല്ല ചോലയിൽ കിട്ടാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം അതിന് നൽകണം. നല്ല കാറ്റും വെളിച്ചവും ഉള്ള സ്ഥലങ്ങളിൽ മാത്രം പശുക്കളെ, കന്നുകാലികളെ കെട്ടിയിടണം. കാലിത്തീറ്റ പോലുള്ള സാധനങ്ങൾ അതിരാവിലെ കൊടുക്കുക. ചൂട് കൂടുന്നതിന് മുമ്പേ. ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പച്ചപ്പുല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ചൂട് കൂടുന്ന സമയത്ത് പശുക്കളൊക്കെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവായി നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ മറ്റുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കുറച്ചുകൂടെ അധികം തന്നെയാണ്. വൈറൽ ഡിസീസ് മാത്രമല്ല, ബാക്ടീരിയൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, അങ്ങനെ ഒരുപാട് തരം രോഗങ്ങളുണ്ടല്ലോ. അതൊക്കെ വരാനുള്ള, പ്രത്യേകിച്ച് അകിടുവീക്കം പോലെയുള്ള രോഗങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. പാലുൽപാദനത്തെയും പ്രത്യുൽപാദനക്ഷമതയെയും ബാധിക്കുന്ന രോഗമാണ് ചർമ്മമുഴ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഒപ്പം നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷകർ ആവശ്യമുന്നയിക്കുന്നു. കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.